ഷാനവാസ് സാർ, അധ്യാപകരുടെ വിഷയത്തിലടക്കം മതിയായ പരിശീലനം ഉറപ്പാക്കുന്നു, കൂടുതൽ പഠനരീതി മികച്ചതാക്കുന്നു. നേരത്തെ ഇവിടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കാര്യം സൂചിപ്പിക്കേണ്ടായി, സാങ്കേതിക വിദ്യയുടെ കൂടുതൽ ഉപയോഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ NEP-യിലൂടെ പറയുന്നുണ്ട്. കേരളം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ചില കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലാണ് ആ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങുന്നത്. 12ാം ക്ലാസ് വരെയും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 12ാം ക്ലാസ് വരെ കണ്ടിന്യൂ ചെയ്താലും അതിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു ടെസ്റ്റ് പാസ്സായതിനു ശേഷം മാത്രമേ ഉന്നത പഠനത്തിലേക്ക് കുട്ടികൾ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് പാസ്സാവുന്ന കുട്ടികൾക്ക്, അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും ഫർദർ സ്റ്റഡി നടത്തുന്നതിനും വളരെ ഉന്നത പണമുള്ള മറ്റു കുട്ടികൾക്ക് മാത്രമേ അത് പോകാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാം 12ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയിട്ട് അവർ പഠിച്ച എന്തെങ്കിലും തൊഴിലിലേക്ക് മാറുന്ന ഒരു രീതിയാണ് ഇതിൽ വരാൻ പോകുന്നത്. NEP-യുടെ ഏറ്റവും ദോഷവശം എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടികളെ പഠനത്തിൽ, അതല്ലെങ്കിൽ റിസർച്ച് പോലുള്ള പഠനങ്ങളിലേക്ക് കയറ്റി വിടാതെ അവിടെ വെച്ച് നിർത്തുന്ന ഒരു പരിപാടി ഈ ചെറിയ തൊഴിൽ പഠനത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഇതുവരെ അറിയാം ഇതൊക്കെ എഴുതി വെച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റിങ്ങും പോളിസിയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാതെ ഇനി എത്ര വലിയൊരു പോളിസി നമ്മൾ ഫ്രെയിം ചെയ്താലും അത് ഇംപ്ലിമെൻ്റ് ആവുകയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും റിസോഴ്സ് മൊബിലൈസ് ചെയ്യുകയും ചെയ്യണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ 100% സാക്ഷരതയാണ്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ അത് വെറും 74% ഉള്ളൂ. അതിൽ സാക്ഷരത കുറഞ്ഞ സംസ്ഥാനങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ബീഹാർ, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഇലിറ്ററസി ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഫണ്ട് കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. നേരത്തെ ഇവിടെ പറഞ്ഞു GDP-യുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി നീക്കി വെക്കേണ്ടതെന്ന് NEP-യിൽ പറയുന്നു. പക്ഷേ ആക്ച്വലി നീക്കി വെച്ചിരിക്കുന്ന 4% എന്ന് പറയുന്നു. പക്ഷേ തെറ്റാണത്. 2.6% വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പണം ചെലവഴിക്കാതെ ഈ ഒരു പോളിസിയും നടപ്പിലാക്കാൻ കഴിയില്ല. വെറുതെ എഴുതി വെക്കാം എന്നുള്ളത് അതല്ല മാത്രമല്ല. അതുപോലെ തന്നെ ഗേൾസ് എഡ്യൂക്കേഷൻ, ദളിതായ കുട്ടികളുടെ, ട്രൈബ്സിൻ്റെ, ഇവരെയൊക്കെ കൊണ്ടുവരുന്നതിന് കേരളത്തിലാണെങ്കിൽ ഗോത്രസാരഥി പോലുള്ള പദ്ധതികളുണ്ട്. അവിടെ തന്നെ ട്രൈബൽ ഏരിയകളിൽ തന്നെ സ്കൂളുകൾ തുടങ്ങുന്ന പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കേരളത്തിൻ്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ പോലെ തന്നെ NEP-യിൽ ആ ഡെവലപ്മെൻറ്റുകൾ വരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇപ്പോൾ കേരളം ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ടീച്ചർ എഡ്യൂക്കേഷൻ അത്രയും ക്വാളിഫൈഡ് ആവണം. പക്ഷേ ഈ NEP-യിൽ പറയുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ B.Ed കോളേജ്, TTC കോളേജുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കോളേജുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അതിന് രീതിയിലാണ് ചെയ്യുന്നത്. ഈ NEP-യിൽ പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളോടൊപ്പം തന്നെ, നേരത്തെ സാറ് പറഞ്ഞു കാസർഗോഡ് സർവകലാശാലയിൽ പറഞ്ഞു, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളോടൊപ്പം തന്നെ ഈ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ ചേർന്ന് പഠിക്കണം. അത് ഒരിക്കലും നല്ല ഒരു പ്രവണതയല്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രൊഫഷണലായി കാണുകയും അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് നല്ല ടീച്ചേഴ്സിനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.